വെറും 30 ദിവസം സ്മോക്കിംഗ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറം മാറ്റമാണ് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. ശ്വാസകോശം മുതൽ നിങ്ങളുടെ ത്വക്ക് വരെ, ഹൃദയം മുതൽ നിങ്ങളുടെ മനസ്സ് വരെ, നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറം വേഗത്തിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്റെ പേര് അഭിജിത്ത്. ഞാൻ സ്മോക്കിംഗ് കിറ്റ് ചെയ്തിട്ട് ഇന്ന് 34ാമത്തെ ദിവസമാണ്. ഓരോ ദിവസവും ഞാൻ ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ 1 മന്ത്, അതായത് 30 ദിവസം കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത ഒരാൾക്ക് ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. കുറച്ച് സയൻസും പിന്നെ എന്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. മാക്സിമം 8 മിനിറ്റിൽ താഴെ ഈ വീഡിയോയുടെ ലെങ്ത് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. നിങ്ങളൊരു നോൺ സ്മോക്കർ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ ക്വിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള സ്മോക്ക് ചെയ്യുന്ന ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളൊരു സ്മോക്കർ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്തിട്ട് ആദ്യത്തെ 24 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ കാർബൺ മോണോക്സൈഡിന്റെ അളവ് ഗണ്യമായിട്ട് കുറയും. അതേപോലെ തന്നെ ഓക്സിജന്റെ അളവ് കൂടുകയും ചെയ്യും. ആദ്യത്തെ 24 മണിക്കൂറിൽ തന്നെ ഹൃദയത്തിന്റെ ഹീലിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. 48 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ ഡാമേജ് ആയ നെർവ് എൻഡിങ്സിന്റെ റിപ്പയറിംഗ് സ്റ്റാർട്ട് ആവും. അതേപോലെ സെൻസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെൽ സ്റ്റാർട്ട് ഇംപ്രൂവ്സ്. അത് ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് സ്മെല്ലും കിട്ടുമെന്നല്ല. ആദ്യത്തെ 48 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ടേസ്റ്റിന്റെയും സ്മെല്ലിന്റെയും സെൻസസ് ഇംപ്രൂവ് ആയി തുടങ്ങും. ഒരാഴ്ച കഴിയുമ്പോൾ പ്രകടമായ മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കണ്ടു തുടങ്ങും. ബ്രീത്തിങ് ഒരുപാട് ഈസി ആവും. നിങ്ങളുടെ എനർജി ലെവൽ ഇൻക്രീസ് ആവും. 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആവും. ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസസ് ഡ്രോപ്പ് ആയി തുടങ്ങും. ഡ്രോപ്പ് ആയി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറഞ്ഞു തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും. അല്ലാതെ 2 ആഴ്ച വരെ നിർത്തി നോക്കിയിട്ട് നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കുറഞ്ഞു എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ വാക്കിംഗ്, എക്സസൈസ് ഇതെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും 2 ആഴ്ച കൊണ്ട്. 1 മാസം കൊണ്ട് നിങ്ങളുടെ സ്കിന്ന് ഹെൽത്തിയർ ആവും. ചുമ, ശ്വാസതടസ്സം ഇത്തരം കാര്യങ്ങൾ കുറഞ്ഞു തുടങ്ങും. നിങ്ങളുടെ ശ്വാസകോശം റിപ്പയർ ചെയ്യാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ആവും. മൂഡ് സ്വിങ്സ്, സ്ട്രെസ് ഇങ്ങനത്തെ കാര്യങ്ങൾ ആദ്യത്തെ 2 ആഴ്ച അപേക്ഷിച്ച് 1 മാസം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു കാണപ്പെടും. ഇതാണ് സയൻസ് പറയുന്നത്. അപ്പോൾ ഇനി എന്റെ അനുഭവത്തിലോട്ട് വരാം. 1 മാസം സ്മോക്ക് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്. നിങ്ങൾക്കറിയാം, 14 വർഷമായിട്ട് ഞാൻ സ്മോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ജീവിതം ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് ഓടിക്കൊണ്ടിരുന്നത്. രാവിലെ എണീക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, എന്തെങ്കിലും ചെയ്യുന്നു, വീണ്ടും ഒരു സിഗരറ്റ് വലിക്കുന്നു, പിന്നെ എന്തെങ്കിലും ചെയ്യുന്നു, വീണ്ടും സിഗരറ്റ് വലിക്കുന്നു. സിഗരറ്റ് വലിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന പോലെ ചില ദിവസങ്ങളിൽ തോന്നിപ്പോയി. കറക്റ്റ് 4 മണിയൊക്കെ ആകുമ്പോൾ സ്വിച്ച് ഇട്ട പോലെ ഞാൻ സീറ്റിൽ നിന്ന് എണീക്കുന്നു, സിഗരറ്റ് വലിക്കാൻ പോകുന്നു. അതായത് ചില സമയങ്ങൾ കറക്റ്റ് ഞാൻ പോലും അറിയാതെ, വാച്ച് പോലും നോക്കാതെ എനിക്ക് ആ ടൈമിങ് കറക്റ്റായിട്ട് കിട്ടി. ഞാൻ സീറ്റിൽ നിന്ന് എണീക്കും, നേരെ വലിക്കാൻ പോകും. സ്ഥിരം പോകുന്ന കടകൾ, എവിടെ പോയാലും ഏത് ലൊക്കേഷനിലോട്ട് പോയാലും അവിടെ സ്ഥിരം വലിക്കുന്ന കുറച്ച് കടകൾ, സ്പോട്ടുകൾ, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. ഇതൊക്കെ 14 വർഷമായിട്ട് എന്നെ വിടാതെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ കൺട്രോൾ എന്റെ കയ്യിലല്ല, തനിയേ അത് പ്രവർത്തിച്ച് ഇങ്ങനെ പോകുന്ന പോലെ എനിക്കൊരു ഫീല് ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു തോന്നലിന് സ്മോക്കിംഗ് എന്തുമാത്രം കാരണമായി എന്ന് എനിക്കത് നിർത്തിയപ്പോഴാണ് മനസ്സിലായത്. ഞാൻ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്തു എന്നൊരു തീരുമാനം എടുത്ത് ആദ്യത്തെ 1 ആഴ്ച കൊണ്ട് തന്നെ മാനസികമായിട്ട് എനിക്ക് എന്റെ മനസ്സിന്റെ കൺട്രോൾ തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നി. പോലെ തോന്നിയെന്നല്ല, എന്റെ കൺട്രോൾ എനിക്ക് തിരിച്ചു കിട്ടി. എനിക്ക് അത് വേണ്ട അല്ലെങ്കിൽ ഇത് വേണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ ഞാൻ കുറച്ചും കൂടെ എന്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇംപ്രൂവ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ വിഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ക്ലിയർ ആയി. വിഷൻ ക്ലിയർ ആയി ഇൻ ദ സെൻസ് ഞാൻ നോക്കിക്കാണുന്ന ആംഗിൾ മാറി. പല കാര്യങ്ങളിലും എന്റെ ഓട്ടോ പൈലറ്റ് മോഡ് പൂർണ്ണമായിട്ട് ഓഫായി. 2 ആഴ്ച 3 ആഴ്ച അടുപ്പിച്ചായപ്പോൾ. കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പടി യൂസ് ചെയ്യാറേ ഇല്ലായിരുന്നു. സ്മോക്ക് ചെയ്തിട്ട് ഞാൻ ലിഫ്റ്റ് കയറും, ഓഫീസിൽ 3rd ഫ്ലോറിലോട്ട് പോകും, തിരിച്ച് താഴെ 1st ഫ്ലോറിൽ വരാൻ വേണ്ടി ലിഫ്റ്റ് കയറും. ഈ പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തു. സ്റ്റെയർ യൂസ് ചെയ്യുന്നത് കൂടുതലായി. എനിക്ക് നടക്കുമ്പോഴും പടി കയറുമ്പോഴൊക്കെ ഉള്ള അൺഈസിനെസ് അല്ലെങ്കിൽ ആ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി പൂർണ്ണമായിട്ട് കുറഞ്ഞതായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. പൂർണ്ണമായിട്ട് കുറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ മാനസികമായിട്ട് എനിക്കത് കുറഞ്ഞു എന്ന് എനിക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്മോക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരാളും നിങ്ങളടുത്ത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എടാ നീ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യണം, എടാ നീ വലി നിർത്തുന്നൊന്നും പറയൂല. കാര്യം അയാൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ നിങ്ങളുടെ അടുത്ത് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ആ പറഞ്ഞ ആള് കാണാതെ പിന്നെ വലിക്കാൻ തുടങ്ങും. അയാൾക്ക് ഒരു ഉപയോഗമില്ല നിങ്ങൾ വലി നിർത്തിയിട്ട്. പക്ഷെ അയാൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അയാൾ പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ ക്വിറ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിക്കണം. വേറെ ആർക്കോ വേണ്ടിയിട്ടല്ല നിങ്ങൾ ക്വിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ക്വിറ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി ആവണം, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ടാവണം, നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനാവണം. ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ആരും ഇതിനെക്കുറിച്ച് വന്നിരുന്ന് പറഞ്ഞ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. സ്വന്തമായിട്ട് നിങ്ങൾ തീരുമാനം എടുത്ത് ഇന്ന് തൊട്ട് ഞാൻ വലി നിർത്തി, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ലാസ്റ്റ് സിഗരറ്റ്,
പക്ഷെ അങ്ങനെ പോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നാളെ കൂടെ വലിച്ചിട്ട് നിർത്താം, അല്ലെങ്കിൽ അടുത്ത പാർട്ടിയും കൂടെ കഴിഞ്ഞിട്ട് നിർത്താം. ഈ തീരുമാനങ്ങൾ നിങ്ങൾ ഒരിക്കലും നിർത്താൻ സഹായിക്കില്ല. നിങ്ങളിപ്പോൾ ഈ നിമിഷം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ 34ാമത്തെ ദിവസത്തിലാണ്. എൻ്റെ വീഡിയോ ഡെയിലി ഷോർട്സിൽ ഒരാൾ എന്നും കമന്റ് ഇടും, ഇന്ന് എൻ്റെ 6ാമത്തെ ദിവസമാണ്, ഇന്ന് എൻ്റെ 7ാമത്തെ ദിവസമാണ്. എനിക്ക് എന്തുമാത്രം സന്തോഷമാണ് അതെന്നറിയോ. എനിക്ക് വേറെ ഒന്നും വേണ്ട. ആകെക്കൂടെ 100 പേരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിൽ ഒരാൾ ഞാൻ പറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് പുള്ളിക്ക് സ്മോക്കിംഗ് കിറ്റ് ചെയ്യാൻ തോന്നി എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ സന്തോഷം എനിക്ക് വേറെ ഇല്ല. വിഷ്ണു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ്. എൻ്റെ എല്ലാ ഡെയിലി ഷോർട്സ് വീഡിയോസിലും അയാൾ വന്ന് ഇന്ന് എൻ്റെ ഇത്രാമത്തെ ദിവസമാണ്, ഞാനും കിറ്റ് ചെയ്തു, എൻ്റെ ഇത്രാമത്തെ ദിവസമാണെന്ന്. അപ്പൊ ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ആരെങ്കിലും സ്മോക്കിംഗ് കിറ്റ് ചെയ്യുമെങ്കിൽ എനിക്ക് അതിലപ്പുറം സന്തോഷം വേറെ ഇല്ല. നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് സ്മോക്കിംഗ് എനിക്ക് ക്വിറ്റ് ചെയ്യണമെന്ന് മാനസികമായിട്ട് നിങ്ങൾ തീരുമാനം എടുത്ത് അതങ്ങ് ക്വിറ്റ് ചെയ്യുക. അല്ലാതെ 10 എണ്ണം വലിച്ചുകൊണ്ടിരുന്നത് 5 എണ്ണം ആക്കാം, 4 എണ്ണം ആക്കാം, 2 എണ്ണം ആക്കാം, എന്നിട്ട് ഒരു ദിവസം അങ്ങ് നിർത്താം. അങ്ങനെയൊന്നും പറ്റത്തേ ഇല്ല. അത് നടക്കുന്ന കാര്യമേ അല്ല. നിങ്ങൾക്ക് ഇത് ക്വിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും മുമ്പോട്ട് പോകുമ്പോൾ. പക്ഷെ വരും ദിവസങ്ങളിൽ ഓരോ ദിവസം പോകുന്നതോറും ആ ഫീലിങ്സ് കുറഞ്ഞു വരും. ആഫ്റ്റർ 1 മന്ത് നിങ്ങളെ ക്രേവിങ്സ് പൂർണ്ണമായിട്ട് പോകും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കുറയും. ഒരു 90 ദിവസം, ഒരു 100 ദിവസം കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മുക്തി നേടുമായിരിക്കും. പക്ഷെ ആ സ്റ്റേജ് വരെ എത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനിടയിൽ കമന്റ് ചെയ്യുക. ഞാനും നിങ്ങളോടൊപ്പം കാണും. ഇന്ന് എൻ്റെ 34ാമത്തെ ദിവസമാണ്. നിങ്ങൾ എൻ്റെ ഡെയിലി ഷോർട്സ് എൻ്റെ ചാനലിലുണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.